ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ മോഡ്യൂളിൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ക്വാളിറ്റിയെ പറ്റി പഠിച്ചു, ക്വാളിറ്റി കൺട്രോളും ക്വാളിറ്റി അഷുറൻസ് എന്നീ ടോപ്പിക്സിനെ പറ്റി പഠിച്ചു. പിന്നെ ഒന്ന് രണ്ട് ടോപ്പിക്സ് നമ്മൾ സിലബസിൽ പറയുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ക്വാളിറ്റി പ്ലാനിങ് എന്നോ അങ്ങനത്തെ 2-3 ടോപ്പിക്സ്, ക്വാളിറ്റി പ്ലാനിങ്, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ 1-2 ടോപ്പിക്സ് സിലബസിൽ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ടെക്സ്റ്റ് നോക്കി പഠിക്കുക, കാരണം അത് കംപ്ലീറ്റ് തിയറിയാണ്, ഗ്യാസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നില്ല. ഇനി അടുത്ത ഈ മോഡ്യൂളിലെ അടുത്ത മെയിൻ ഒരു ടോപ്പിക്കാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ TQM എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ മോഡ്യൂളിൽ ഇനി ഡിസ്കസ് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം ഈ TQM എന്ന് പറയുന്ന ടോപ്പിക്ക് റിലേറ്റഡ് ആണ്. അപ്പോൾ ഈ TQM അല്ലെങ്കിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൺസെപ്റ്റ്, ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന സംഭവത്തിൻ്റെ കൺസെപ്റ്റിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്വാളിറ്റിയെ പറ്റിയ ഇൻട്രൊഡക്ഷനാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ക്വാളിറ്റി കൺട്രോൾ എന്നും പിന്നെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്ന സംഭവങ്ങളുടെ കൺസെപ്റ്റൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ആക്ച്വലി പഴയ കൺസെപ്റ്റുകളാണ്, ഈ ക്വാളിറ്റിയെ പറ്റിയുള്ള പഴയ ഒരു അപ്രോച്ചാണ്. അപ്പോൾ അതിനെ സാധാരണ ഈ ട്രഡീഷണൽ ക്വാളിറ്റി അല്ലെങ്കിൽ ട്രഡീഷണൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നാണ് ആ കാര്യങ്ങളെല്ലാം പൊതുവേ ഇപ്പോൾ പറയുന്നത്, ഈ ക്വാളിറ്റി കൺട്രോളിനെയും ക്വാളിറ്റി അഷുറൻസിനെയും അല്ല. അല്ലാതെ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ കമ്പനീസ് ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ച് അല്ലെങ്കിൽ മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയറാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കുറച്ച് ഇമ്പ്രൂവ്ഡ് ഫോം, അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടീഷനിൽ ഇപ്പോൾ കമ്പനീസ് എല്ലാം ഫോളോ ചെയ്യുന്ന, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, പഴയ ട്രഡീഷണൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും ഇപ്പോഴത്തെ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ബേസിക്കായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആ അപ്രോച്ചിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന ബേസിക്കായിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പണ്ടത്തെ ക്വാളിറ്റി, അതായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത ആ ടോപ്പിക്സ് പ്രകാരം ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ബേസായിട്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മിക്കവാറും ആ പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽസ്, ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനറിയുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ തന്നെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒബ്വിയസ്ലി കൂടിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ആ ട്രഡീഷണൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അപ്രോച്ചിലോട്ട് വരുമ്പോൾ അത് ആക്ച്വലി ബേസ് ചെയ്യുന്ന ഫോക്കസ് എന്താണെന്ന് പറഞ്ഞാൽ, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതായത് ഇവരുടെ പ്രൈം ഫോക്കസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. മറ്റേതിലാണ് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വാളിറ്റി, ആ സംഭവത്തിലാണെങ്കിൽ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആണ് അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. അതേസമയം ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ പ്രൈം ഫോക്കസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതായത് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരു പ്രൊഡക്റ്റിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാകുന്ന എന്ന ഒരു ആസ്പെക്റ്റിലാണ് അവർ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഡക്റ്റിന് ഇത്രത്തോളം ക്വാളിറ്റി വേണം, ഈ ലെവൽ ക്വാളിറ്റി വേണം എന്നല്ല അവർ പറയുന്നത്. പകരം കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, കസ്റ്റമർ സാറ്റിസ്ഫൈ ആവാനായിട്ടുള്ള എത്രത്തോളം ലെവൽ ക്വാളിറ്റി വേണം എന്നുള്ള രീതിയിൽ, അപ്പോൾ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആ പ്രോഡക്റ്റിൽ ചെയ്യാം, എന്തൊക്കെ ഫീച്ചേഴ്സ് ആ പ്രോഡക്റ്റിന് വേണം, എത്രത്തോളം ക്വാളിറ്റി ആ പ്രോഡക്റ്റിന് വേണം എന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അവരുടെ പ്രൈം ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ പ്രോഡക്റ്റിൽ ചെയ്യുന്നു, പ്രോഡക്റ്റിൽ പുതിയ ഫീച്ചേഴ്സ് എന്തൊക്കെ ആഡ് ചെയ്യണം, അതിനുവേണ്ടി ആ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് എത്രത്തോളമൊക്കെ വരും, അതിനനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളമൊക്കെ എഫക്റ്റ് ആകും, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എത്രത്തോളമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അതിനനുസരിച്ച് അതിനനുസരിച്ച് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിക്കോളും എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് TQM എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം പ്രൈം ഫോക്കസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഇതിൻ്റെ പ്രൈം ഫോക്കസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ദ എംബസീസ് ഓൺ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ്ഡ് ബൈ മേക്കിംഗ് ആൾ എംപ്ലോയീസ് ഇൻവോൾവ് ഇൻ ദിസ്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഡിഫറൻസ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് രണ്ടാമത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്
ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കെല്ലാം കൂടെ തലയിൽ വരുന്നത് സത്യം പറഞ്ഞാൽ അവിടുത്തെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ തലയിലാണ് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കെല്ലാം കൂടെ വരുന്നത്. അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ്, ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് തലയിലും കൂടെ ആ ഒരു വർക്ക് ആക്ടിവിറ്റീസ് എല്ലാം വരും. അപ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ളും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പിന്നെ കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ വരും. പിന്നെ ഈ പീരിയോഡിക്കലായിട്ട് സർവീസൊക്കെ വേണ്ടുന്ന പ്രോഡക്റ്റാണ് എങ്കിൽ അവരുടെ സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്ന് പറയുന്ന ആ സംഭവം കൂടെ റെസ്പോൺസിബിളായിട്ട് വരും, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി റെസ്പോൺസിബിളായിട്ട് വരും. അല്ലാതെ ബാക്കി സ്റ്റാഫുകൾക്ക് എന്ന് പറയുമ്പോൾ ഈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകൾക്കോ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർക്കോ ഒന്നും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഒന്നും കാണത്തില്ല. അതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള, കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത ട്രഡീഷണൽ ആയിട്ടുള്ള ക്വാളിറ്റി മാനേജ്മെൻറ്റിലെ രീതി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇപ്പം ലോകത്തുള്ള കമ്പനീസ് എല്ലാം ഫോളോ ചെയ്യുന്ന TQM എന്ന് പറയുന്ന മെത്തേഡിൽ റെസ്പോൺസിബിൾ ആരാണെന്ന് പറഞ്ഞാൽ എല്ലാവരും, ആ കമ്പനിയിലുള്ള എല്ലാവരും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് റെസ്പോൺസിബിളാണ്. അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഈവൻ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പുതിയ ആൾക്കാരുടെ സ്റ്റാഫിനെയൊക്കെ റിക്രൂട്ട് ചെയ്തെടുക്കുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ് റെസ്പോൺസിബിളാണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ റെസ്പോൺസിബിളാണ്. ഈവൻ ഓഫീസ് സ്റ്റാഫ്, അവിടുത്തെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരും ഓഫീസിലുള്ള ക്ലർക്ക് മുതൽ അങ്ങനത്തെ ആൾക്കാരും എല്ലാവരും, മാത്രമല്ല ട്രാൻസ്പോർട്ടേഷനുള്ള ആൾക്കാർ, ഈ പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിലോ ഹോൾസെയിൽ കടകളിലോ റീറ്റെയിൽ ഷോപ്പിലോ ഒക്കെ എത്താൻ വേണ്ടിയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റും, ഈവൻ പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണ്. നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കസ്റ്റമറിൻ്റെ എത്തുന്നത് വരെയുള്ള ഇതെന്ന് പറയുന്ന പാക്കിംഗ് അത്രത്തോളം സേഫ് ആയിട്ടുള്ള പാക്ക് ചെയ്താൽ മാത്രമേ ഡാമേജ് ഒന്നും ഉണ്ടാവാതെ പ്രോഡക്റ്റ് കസ്റ്റമറിൻ്റെ കയ്യിലെത്തത്തുള്ളൂ. അപ്പോൾ ഈവൻ പാക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അപ്പോൾ അങ്ങനത്തെ എല്ലാ സ്റ്റാഫുകളുടെയും ഒരു കോൺട്രിബ്യൂഷൻ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫിനെയും ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന്, ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിനെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അപ്രോച്ചിൽ എല്ലാ എംപ്ലോയീസിനും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അങ്ങനെ എല്ലാ ആൾക്കാരും അതിനനുസരിച്ചുള്ള ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റേതായ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓഫീസിലെ വർക്കുകളെല്ലാം ചെയ്യാനാണെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് എല്ലാം ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് എല്ലാം ഡിഫൈൻ ചെയ്യുന്ന ISO, ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ്സ്, അവരാണ് ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത്. മാത്രമല്ല ഓരോ രാജ്യത്തെയും ഗവൺമെൻറ്റ്സും എല്ലാം കുറച്ച് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസും പ്രൊസീജിയേഴ്സും എല്ലാം ഡിഫൈൻ ചെയ്തിട്ട് ഡോക്യുമെൻ്റ് വർക്കൊക്കെ എങ്ങനെയാവണമെന്നൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറൊക്കെ എങ്ങനെയാവണമെന്നെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സയൻറ്റിഫിക്കായിട്ട് സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള പ്രൊസീജിയറും രീതിയിലും എല്ലാം അവിടെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, വർക്ക് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയിലും എഫക്റ്റ് ആവും, അതായത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എഫക്റ്റ് ആവും എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനിലും പിന്നെ എല്ലാ എംപ്ലോയീസിൻ്റെയും ഇൻവോൾവ്മെൻറ്റ്, ഈ രണ്ടുമാണ് ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും ട്രഡീഷണൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒരു പക്ഷേ 3 മാർക്സിന് ചോദിച്ചെന്നിരിക്കാം. അത് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ആണ് ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനുള്ള ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലയിലാവും ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ്. നമ്മൾ എന്തെങ്കിലും ഡിഫക്റ്റ് കണ്ടെത്തുകയാണെങ്കിൽ ആ ഡിഫക്റ്റ് ഒഴിവാക്കാനുള്ള മെഷേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഈ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം. അപ്പോൾ അതേ ട്രഡീഷണൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റെയും ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് പറയാം. അതേസമയം TQM-ലാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. എല്ലാ സ്റ്റാഫും അവരുടേതായിട്ടുള്ള വർക്ക് കറക്റ്റ് രീതിയിൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരം ഡിഫൈൻ ചെയ്തിട്ടുള്ള പ്രൊസീജിയർ പ്രകാരം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഉണ്ടാവും എന്നുള്ള കൺസെപ്റ്റിലേക്കാണ്. അപ്പോൾ TQM എന്ന് പറയുന്നത് കസ്റ്റമർ ഓറിയൻറ്റഡ് ആണ്, കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കസ്റ്റമർ ഓറിയൻറ്റഡ് ആണെന്ന് പറയാം. പക്ഷേ ട്രഡീഷണൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് 3-4 ഡിഫറൻസ്, ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് നിങ്ങൾ നോക്കി വെച്ചേക്കുക. 3 മാർക്സിന് ഒരു പക്ഷേ ചോദിക്കാം. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് TQM വെറും ഗ്യാസാണ്, അത് നിങ്ങൾ തന്നെ വായിച്ച് നോക്കി പഠിച്ച് എഴുതുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ഇനി അടുത്തതാണ് ഈ TQM ആക്സിയോംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഇത് മേ ബി 3 or 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഷോയ്ക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ വരച്ച്
3 പോയിൻറ്റ്സ്. ആ 3 പോയിൻറ്റ്സേ ഉള്ളൂ: കമ്മിറ്റ്മെൻറ്റ്, സയൻറ്റിഫിക് നോളജ്, ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ 3 പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. 3 or 4 മാർക്സിന് ചോദിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഈ TQM ആക്സിയംസ് എന്ന് പറഞ്ഞാൽ ഈ TQM അപ്രോച്ച് ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു ഈ കുറച്ച് കാര്യങ്ങൾ, ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3 ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് 3 ഫണ്ടമെൻ്റൽസ് ഉണ്ട്. അപ്പം ഈ 3 ഫണ്ടമെൻ്റൽസാണ് ഈ ഒരു TQM എന്ന് പറയുന്ന അപ്രോച്ച് ഒരു കമ്പനിയിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സംഭവത്തിനെയാണ്, ഈ ഫണ്ടമെൻ്റൽസിനെയാണ് ഈ ആക്സിയംസ് ഓഫ് TQM ആക്സിയംസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഫണ്ടമെൻ്റൽ എന്താണെന്ന് പറഞ്ഞാൽ കമ്മിറ്റ്മെൻറ്റ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ്, അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് സത്യം പറഞ്ഞാൽ ഈ TQM ഇംപ്ലിമെൻറ്റേഷനിൽ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്, അതിൻ്റെ ഇനിഷ്യേറ്റീവൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ അവർ എത്രത്തോളം കമ്മിറ്റഡ് ആയിരിക്കും ഈ TQM എന്ന് പറയുന്ന ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രൊസീജിയേഴ്സും അവരുടെ സ്റ്റാൻഡേർഡൈസേഷൻ ഇതും ആക്ടിവിറ്റീസും എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് അവർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രത്തോളം ഈസിയറായിട്ട് ഈ ഇംപ്ലിമെൻറ്റേഷൻ ആ സ്ഥാപനത്തിൽ നടക്കും. അല്ലാതെ എംപ്ലോയീസ് അല്ല സത്യം പറഞ്ഞാൽ ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഇതായിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റേഷൻ വേണ്ടി നിൽക്കേണ്ടത് ടോപ്പ് മാനേജ്മെൻറ്റാണ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് എത്ര കാര്യമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി നിൽക്കുന്നോ അത്രയും നല്ല രീതിയിൽ TQM ആ ഒരു പ്രോസസ്സ് ആ കമ്പനിയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആണ് കമ്മിറ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ടോപ്പ് മാനേജ്മെൻറ്റിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അടുത്ത ഈ സയൻറ്റിഫിക് നോളജ് എന്ന് പറഞ്ഞാൽ ഈ TQM എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ ആൾക്കാരും അവരുടേതായിട്ടുള്ള ഓരോ സ്റ്റാൻഡേർഡ് രീതി, വർക്കിംഗ് പ്രോട്ടോക്കോളും പ്രൊസീജിയേഴ്സും എല്ലാം ഉണ്ട്. ആ സ്റ്റാൻഡേർഡൈസ് രീതികളെല്ലാം, പ്രൊസീജിയേഴ്സ് എല്ലാം ISOയും പിന്നെ ഓരോ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യണം. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്യാനായിട്ട് ഓരോ സയൻറ്റിഫിക് എക്സ്പേർട്സ് ഉണ്ട്. ഇതിനെപ്പറ്റി അറിവുള്ള എക്സ്പേർട്സ് ചേർന്നാണ് ഒരു ടീം ഫോം ചെയ്യേണ്ടത്. അവരാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ഇതിനെപ്പറ്റി TQM എന്ന സംഭവത്തെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ആൾക്കാരല്ല അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഈ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ ചേർന്നാണ് ഒരു ടീമായിട്ട് ഫോം ചെയ്ത് ഈ TQM എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് ഒരു കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഈ സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത്. ഈ TQM എന്ന് പറഞ്ഞാൽ ഒരു സയൻറ്റിഫിക് അപ്രോച്ചാണ്. നമ്മൾ ഈ തിയറി പഠിക്കുമ്പം തള്ള് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും, ഗ്യാസ് എന്നൊക്കെ പറയുമെങ്കിലും, ഇത് ആക്ച്വലി വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്കാണ് TQM എന്ന് പറയുന്നത്. അപ്പം അത്രയും സയൻറ്റിഫിക് നോളജുള്ള ആൾക്കാർ വേണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും. കാരണം ഒരുപാട് ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിയാവുന്ന എക്സ്പേർട്സൊക്കെ ചേർന്ന് വേണം ഇത് ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി എടുക്കേണ്ടത്. അടുത്ത മൂന്നാമതാണ് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഇൻവോൾവ്മെൻറ്റിലാണ് എല്ലാ എംപ്ലോയീസും, അതായത് ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമല്ല അവിടുത്തെ സ്റ്റാഫും റെഗുലർ എംപ്ലോയീസും എല്ലാവരുടെ ഇൻവോൾവ്മെൻറ്റ്. അതായത് ഈ TQM അപ്രോച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസിനെല്ലാം ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവർ കാര്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് റെസിസ്റ്റൻസ് ഒക്കെ പക്ഷേ അവിടുത്തെ സ്റ്റാഫുകളിൽ നിന്നൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പോൾ അതിന് അവരുടെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്തിനാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ഒരു സപ്പോർട്ടിനും കൂടെ നേടിയെടുത്ത് വേണം ഇത് സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ഈ ഇൻവോൾവ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അവിടുത്തെ എംപ്ലോയീസ്, സ്റ്റാഫിൻ്റെയും കൂടെ ഇൻവോൾവ്മെൻറ്റ്, അവരുടെ സജഷൻസും അവരുടെ ഒരു ട്രസ്റ്റും കൂടെ നേടിയിട്ട് വേണം ഈ കമ്പനിയിലോട്ട് ഈ TQM ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട്. അതാണ് ഇൻവോൾവ്മെൻറ്റ് എന്നുകൊണ്ട് സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 എണ്ണമാണ് TQM ആക്സിയംസ് എന്ന് പറയുന്നത്, അതായത് ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന സംഭവം. ഇനി അടുത്തതാണ് TQM മോഡൽ എന്ന് പറയുന്നത്. ഈ TQM മോഡൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. നമ്മുടെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 മോഡൽസ് നമ്മുടെ ഈ മോഡലിൽ തന്നെ പഠിക്കും. അടുത്ത വീഡിയോയിലൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ TQM മോഡൽ എന്ന് പറഞ്ഞാൽ ഈ TQM എന്ന് പറയുന്ന അപ്രോച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പല പല മെത്തേഡ്സ് ഉണ്ട്. ആ പല പല മെത്തേഡ്സിനെയാണ് TQM മോഡൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല മെത്തേഡ്സിലൂടെയാണ് ഈ TQM എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് കമ്പനിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനാണ് മോഡൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2-3 മോഡൽസ്, സയൻറ്റിഫിക് ആയിട്ടുള്ള 2-3 മോഡൽസ് നമ്മുടെ ഈ ഫസ്റ്റ് മോഡലിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ആയിരിക്കും അത് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ബേസിക്കായിട്ട് എന്താണ് TQM മോഡൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മോഡലിന് എലമെൻറ്റ്സ് ഓഫ് TQM എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സംഭവം എഴുതി വയ്ക്കാം. അപ്പം വെറുതെ TQM മോഡൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടോ എക്സ്പ്ലെയിൻ TQM മോഡൽ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫിഗർ വെച്ച്, ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ളൊരു ഫിഗർ വരച്ച് ഈ 4-5 പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുക.
ഇത് ബേസിക് ആയിട്ടുള്ളൊരു മോഡലാണ്. ഈ മോഡലിന് പ്രത്യേകം പേരൊന്നുമില്ല, ബേസിക് ആയിട്ടുള്ള മോഡലാണ്. അല്ലാതെ ബാക്കിയുള്ള മോഡലിനെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ള നെയിമുണ്ട്, ആ പേര് വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. അതെന്താ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ പേരൊന്നും എടുത്ത് പറയാതെ ജസ്റ്റ് TQM മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു സിമ്പിൾ മോഡലാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതേ സംഭവം തന്നെ TQM മോഡലിന് പകരം എലമെൻറ്റ്സ് ഓഫ് TQM എന്ന് പറഞ്ഞായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതേ സംഭവം തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതും സത്യം പറഞ്ഞാൽ ഗ്യാസ് തന്നെയാണ്, തിയറി ക്വസ്റ്റ്യൻ ആയിരിക്കും, ഗ്യാസ് തന്നെയാണ്. ഈ 5 പോയിൻറ്റ്സ് കാണാതെ പഠിക്കുന്ന മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ പോയിൻറ്റ്സിനെ പറ്റി ഓരോ പാരഗ്രാഫ് വീതം എഴുതി വയ്ക്കുക, ഹെഡിങ് എഴുതി ഓരോ പാരഗ്രാഫ് വീതം എഴുതി വയ്ക്കുക എന്ന് പറയുന്ന വർക്ക് മാത്രമേ ഉള്ളൂ. ഇതിലാദ്യത്തത് കസ്റ്റമർ ഫോക്കസ്. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ TQM എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. സാറ്റിസ്ഫാക്ഷനാണ് അതിൻ്റെ ബേസിക്സ്, അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കിട്ടിയാലാണ് കസ്റ്റമർ സാറ്റിസ്ഫൈ ആകും എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം കസ്റ്റമറിൻ്റെ ആ ഒരു ഡാറ്റ, എന്തൊക്കെയാണ് ഒരു പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അവരുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, അവരുടെ ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ഫ്യൂച്ചറിൽ കസ്റ്റമറിൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റയെല്ലാം അത് നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് ഈ കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ഫോക്കസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബേസിക്കലി ഡാറ്റ കളക്ഷൻ, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുടെ ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ ഫീച്ചേഴ്സാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, പ്രോഡക്റ്റിന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെയുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ കാരണം അതാണ് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള സ്റ്റെപ്പിലെല്ലാം ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഡാറ്റയാണ്. എന്നാൽ മാത്രമേ എങ്ങനെയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും എന്നൊക്കെ ബേസ് ചെയ്ത് നമുക്ക് ബാക്കി സ്ട്രാറ്റജീസ് എല്ലാം ഫോം ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, കസ്റ്റമർ ഫോക്കസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഈ കസ്റ്റമർ ഫോക്കസ് എന്ന് പറയുന്ന സ്റ്റെപ്പിൽ വെച്ച് കളക്ട് ചെയ്ത ഡാറ്റ, ആ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആ പ്രോഡക്റ്റിൽ, അപ്പം അതിനുവേണ്ടി പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് പ്രോസസ്സാണ് ഈ കസ്റ്റമർ ഫോക്കസ് എന്ന സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ പ്ലാനിങ് പ്രോസസ്സാണ്. ഈ പ്ലാനിങ് പ്രോസസ്സിൽ വെച്ചിട്ടാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് പ്ലാൻ ചെയ്യാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പ്രോസസ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ക്വാളിറ്റിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലല്ല ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വേണ്ട രീതിയിലൊക്കെ പ്ലാൻ ചെയ്തിട്ട് അതിന് ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോഡക്റ്റ് ഫിസിക്കലായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് ഈ പ്രോസസ് മാനേജർ എന്ന സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചാൽ അത് പ്രകാരം പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റിന് എന്തായാലും സഫിഷ്യൻ ക്വാളിറ്റി ഉണ്ടായിരിക്കും. അല്ലാതെ ക്വാളിറ്റി മോശമായിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കത്തില്ല. ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം. അത്രത്തോളം ഫോക്കസ് ചെയ്താണ് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അത്രത്തോളം കിട്ടാൻ വേണ്ടി ഫോക്കസ് ചെയ്താണ് നമ്മൾ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന സമയത്ത് ഫിസിക്കലായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സഫിഷ്യൻ ക്വാളിറ്റി ഉണ്ടാകും. അപ്പോൾ ആ സ്റ്റേജിനെയാണ് പ്രോസസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റെപ്പിലോട്ട് പോകും. ഈ പ്രോസസ് മാനേജർ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു, അതിന് സഫിഷ്യൻ ക്വാളിറ്റി കാണും. എന്നാലും പിന്നെ നമ്മൾ അതിനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഫ്യൂച്ചറിൽ ഓരോ ഫാക്ടേഴ്സൊക്കെ ചേഞ്ച് ചെയ്തെന്നൊക്കെ വരാം. ഫ്യൂച്ചറിൽ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല ഈ ക്വാളിറ്റി എന്ന് പറയുന്നത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഒരു തവണ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയുള്ള ദിവസങ്ങളിലും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം അതിനുവേണ്ടി മോണിറ്റർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കുന്നു എന്ന് മാത്രമല്ല ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും. ഇപ്പോഴത്തെ സംഭവങ്ങൾ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് എന്തെങ്കിലും മെഷീൻസ് മോശമായിട്ട് വരികയാണ് അതിന് പീരിയോഡിക്കൽ മെയിൻ്റനൻസ് കൊടുക്കുക. അല്ലാതെ പീരിയോഡിക്കൽ മെയിൻ്റനൻസ് കൊടുത്തിട്ടും ശരിയാവാത്ത മെഷീൻസൊക്കെയാണ് അതിനെ റീപ്ലേസ്മെൻ്റ് ഒക്കെ നടത്തുക. അപ്പം അങ്ങനത്തെ ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് വരുത്താനായിട്ട് സാധിക്കും. ആ സ്റ്റേജിനെയാണ് പ്രോസസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഇതാണ് ഈ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എല്ലാ ലെവലിലുള്ള ആൾക്കാർക്ക്, അപ്പോൾ മാനേജേഴ്സ് ആയിരുന്നാലും അല്ലാത്ത താഴെക്കിടയിലുള്ള സ്റ്റാഫുകളായിരുന്നാലും അവരുടെ എല്ലാം പാർട്ടിസിപ്പേഷൻ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഈ ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ TQM മോഡൽ. അതായത് വെറും തിയററ്റിക്കലായിട്ടുള്ള കൺസെപ്റ്റാണ് ഈ TQM മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ 5 പോയിൻറ്റ്സ് കാണാതെ പഠിച്ച് വയ്ക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ TQM മോഡൽ ആയിരുന്നാലും എലമെൻറ്റ്സ് ഓഫ് TQM ആയിരുന്നാലും അങ്ങനത്തെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിലും ഇതേ സംഭവം തന്നെ എഴുതി വയ്ക്കുക. ഇത്രയാണ് TQM മോഡൽ എന്ന് പറയുന്ന സംഭവം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.